ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2015 ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിച്ച മാരുതിയുടെ ബലെനോ ഹാച്ച്ബാക്ക് ഇൻഡോ ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ ശക്തമായ വിൽപ്പന സ്ഥിരമായി നേടുന്ന ഒരു മോഡലാണെന്ന് കണക്കുകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2021 അവസാനത്തോടെ 1 ദശലക്ഷം യൂണിറ്റ് വിൽപ്പന എന്ന നാഴികക്കല്ല് മോഡൽ കൈവരിച്ചു. 2023 മാർച്ചിൽ ഇത് 2 ദശലക്ഷം മാർക്ക് പിന്നിട്ടു. ഭാരം കുറഞ്ഞ ഹെയർടെക് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ബ്രാൻഡിന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ മോഡൽ എന്ന നിലയിൽ ഇത് മാരുതിയുടെ ഭാവി കാര്യങ്ങൾക്കും വഴിയൊരുക്കുക മോഡലും കൂടിയാണ്. മുമ്പ് ഉണ്ടായിരുന്ന ബലെനോ സെഡാനിനേക്കാളും ഈ ഹാച്ച്ബാക്ക് പതിപ്പാണ് ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചത്. 2017 കാർ നിർമ്മാതാക്കൾ ബൂസ്റ്റർ ജെറ്റ് ടർബോ പെട്രോൾ എഞ്ചിൻ ഫീച്ചർ ചെയ്യുന്ന പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയുള്ള ബലെനോ RS വേരിയന്റ് അനാച്ഛാദനം ചെയ്തു. പിന്നീട് BS6 എമിഷൻ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയതിനാൽ 2020 തുടക്കത്തിൽ ഈ വേരിയന്റിനെ ബ്രാൻഡിന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. 2019 വാഹനത്തിന്റെ ആദ്യ ഫേസ് ലിഫ്റ്റ് വിപണിയിലെത്തി. തുടർന്ന് 2022 അടുത്ത മുഖം മിനുക്കലിനും മോഡൽ വിധേയനായി. നിലവിൽ ബലെനോ മോഡൽ ലൈനപ്പ് സിഗ്മ, ഡെൽറ്റ, സീറ്റ, ആൽഫ എന്നീ വകഭേദങ്ങൾ ഉൾക്കൊള്ളുന്നു. പ്രീമിയം ഹാച്ച്ബാക്കിന്റെ എക്സ്ഷോറൂം പ്രൈസ് എന്നത് 6,61,000 രൂപ മുതൽ 9,88,000 രൂപ വരെയാണ്. 90 bhp പവർ നൽകുന്ന 1.2 ലിറ്റർ 4 സിലിണ്ടർ ഡ്യുവൽ ജെറ്റ് K12N പെട്രോൾ എഞ്ചിൻ 5 സ്പീഡ് മാനുവൽ AND ഗിയർ ബോക്സുകളുമായി കണക്ട് ചെയ്തിരിക്കുന്നു. അധികം താമസിയാതെ തന്നെ മാരുതി ബലെനോയ്ക്ക് ഒരു തലമുറ മാറ്റം അഥവാ ജനറേഷൻ അപ്ഡേറ്റ് നൽകാൻ ഇന്തോ ജാപ്പനീസ് നിർമ്മാതാക്കൾ ഒരുങ്ങുന്നു. YTA എന്ന കോഡ് നെയിമുള്ള ഈ പുതിയ മോഡൽ 2026 ഇന്ത്യൻ വിപണിയിൽ അരങ്ങേറ്റം കുറിക്കും. മെച്ചപ്പെട്ട സ്റ്റൈലിംഗും ഇന്റീരിയറും ഇത് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഇതിനെല്ലാം ഉപരിയായി വാഹനത്തിന്റെ മെയിൻ എന്ന് പറയുന്നത് അതിന്റെ പുതിയ ഹൈബ്രിഡ് പവർ ട്രെയിൻ ആയിരിക്കും. അടുത്തിടെ പുറത്തുവന്ന ഒരു പുതിയ മാധ്യമ റിപ്പോർട്ട് പ്രകാരം ടൊയോട്ടയുടെ സ്ട്രോങ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയേക്കാൾ ചെലവ് കുറഞ്ഞ സീരീസ് ഹൈബ്രിഡ് പവർ ട്രെയിൻ വികസിപ്പിക്കുന്നതിൽ സുസുക്കി വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഇത് കൂടുതൽ താങ്ങാനാകുന്ന ബജറ്റ് ഹൈബ്രിഡ് മോഡലുകളിലേക്ക് വഴിയൊരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പുതിയ ഹൈബ്രിഡ് സിസ്റ്റം ബ്രാൻഡ് അടുത്തിടെ ജപ്പാനിൽ അവതരിപ്പിച്ച 2024 സ്വിഫ്റ്റിൽ വരുന്ന പുതിയ Z12V 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ 1.5 കിലോവാട്ട് മുതൽ 2 കിലോവാട്ട് കപ്പാസിറ്റിയുള്ള ഒരു ബാറ്ററി പാക്ക്, ഒരു ഇലക്ട്രിക് മോട്ടോർ എന്നിവ കൂടിച്ചേരും. ലിറ്ററിന് 40 കിലോമീറ്റർ അധികം മൈലേജാണ് ഈ സിസ്റ്റം അവകാശപ്പെടുന്നത്. അതായത് ഫുൾ ടാങ്ക് അടിച്ചാൽ കൊച്ചിയിൽ നിന്ന് ഗോവയ്ക്ക് പോയി വരാമെന്നാണ് പറയുന്നത്. ഈ സിസ്റ്റം 2025 ഫ്രോങ്സ് ഫേസ് ലിഫ്റ്റിനൊപ്പം പ്രീമിയർ ചെയ്യാൻ കമ്പനി ഒരുങ്ങുകയാണ്. പുതിയ സുസുക്കി HEV പിന്നീട് യഥാക്രമം 2026 27 സ്പേഷ്യ അടിസ്ഥാനമാക്കിയുള്ള MPVയിലും സ്വിഫ്റ്റ് ഹാച്ച്ബാക്കിലും നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യും. പ്രതീക്ഷകൾ കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഹൈബ്രിഡ് സാങ്കേതികവിദ്യ ഉൾക്കൊള്ളുന്ന 6-ലധികം മോഡലുകൾ മാരുതി സുസുക്കി അവതരിപ്പിച്ചേക്കാം. ഇവ ദശാബ്ദത്തിന്റെ അവസാനത്തോടെ പ്രതിവർഷം മൊത്തം വിൽപ്പനയിൽ 8 ലക്ഷം യൂണിറ്റുകൾ കൈവരിച്ചേക്കാം എന്നാണ് മാരുതിയുടെ വിശ്വാസം. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.